നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജിത. നമ്മുടെ ശരീരത്തില് അരിപ്പയുടെ കർമ്മം ചെയ്യുന്ന ഒരു അവയവമുണ്ട്. രക്തത്തെ അരിച്ചരിച്ചെടുത്ത് അതിലെ മാലിന്യങ്ങളെ ഒക്കെ മൂത്രമാർഗത്തിലൂടെ നീക്കം ചെയ്യുന്ന ഒരു അവയവം. ഏതാണ് ആ അവയവം? കിഡ്നി അല്ലെ, വൃക്കകൾ. അപ്പം കിഡ്നിയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ഏതാണ്? കിഡ്നി സ്റ്റോൺ ആണ്. അപ്പൊ ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഈ മാലിന്യങ്ങൾ ഒരു ഭാഗങ്ങളിലായിട്ട്, അത് എവിടെ വേണമെങ്കിലും ആകാം. കിഡ്നിയിലാകാം, അല്ലെങ്കിൽ ആ 2 യൂറിറ്ററിലാകാം, മൂത്രസഞ്ചിയിലാകാം, മൂത്രം പുറത്തേക്ക് പോകുന്ന ആ ഒരു ദ്വാരത്തിലോ എവിടെ വേണമെങ്കിലും ആകാം. അവിടെ ഈ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നതിനെയാണ് നമ്മൾ കിഡ്നി സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു കിഡ്നി സ്റ്റോണിനെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ മൂത്രമാർഗത്തിലൂടെ തന്നെ ചെറിയ ചെറിയ കണികകളായിട്ട് പൊടിച്ചിട്ട് പീസസ് ആക്കിയിട്ട് മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് എലമെന്റ്സ് വെൽനെസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് യൂറിഫ്ലഷ് 3+ ലിക്വിഡ് ആൻഡ് ടാബ്ലറ്റ്സ്. ഈ വൃക്കകളുടെ കർമ്മം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മളുടെ രക്തത്തെ അരിച്ചെടുക്കുക. നല്ല അംശങ്ങളൊക്കെ തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ പോകുന്നു. ബാക്കിയുള്ള മാലിന്യങ്ങളാണ് പുറത്തേക്ക് പോകുന്നത്. ഇതിലൂടെ നമ്മളുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആക്കി വെക്കുന്നുണ്ട്, ബ്ലഡ് വോളിയം നോർമൽ ആക്കി വെക്കുന്നു, ബ്ലഡിന്റെ pH നോർമൽ ആക്കുന്നു. അപ്പൊ ഇതൊക്കെ കിഡ്നിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും എത്ര പ്രാവശ്യമാണ് കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നത്? 150 ടൈംസ് എ ഡേ ആണ്. ഒരു ദിവസം 150 പ്രാവശ്യം നമ്മളുടെ രക്തത്തെ വൃക്കകള് അരിച്ചെടുക്കുന്നു. ഇനി എന്താണ് ഈ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു മാലിന്യങ്ങളാണ് അല്ലെ, പുറത്തേക്ക് പോകേണ്ട യൂറിയ, കാൽഷ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് മുതലായവയൊക്കെ പുറത്തേക്ക് പോകേണ്ടതാണ്. പക്ഷെ അത് പുറത്തേക്ക് പോകാതെ ഈ പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞുകൂടുന്നതിനെയാണ് നമ്മൾ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഈ സ്റ്റോൺസിന്റെ സൈസും അതുപോലെ തന്നെ അതിന്റെ സ്ഥാനവും അനുസരിച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒരു കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള ഒരാൾക്ക് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത്രയധികം അസഹ്യമായിട്ടുള്ള വേദനയാണ് ആൾക്കാർക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും നമ്മളുടെ ഈ 2 തുടയ്ക്കും നടുക്കായിട്ട്, നമ്മളുടെ അടിവയറ്റിൽ നിന്നും തുടങ്ങി 2 തൊടേന്റെയും നടുക്കായിട്ടാണ് ആ വേദന പോകുന്നത്. അതുപോലെ തന്നെ നടുഭാഗത്ത് വേദന ഉണ്ടാകും. ചിലവർക്കാണെങ്കിൽ ഷോൾഡറിന്റെ ഭാഗത്ത് വേദന ഉണ്ടാവും. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്കും എരിച്ചില്, പുകച്ചില്, കളറ് വ്യത്യാസം, മൂത്രം ഒഴിച്ചാലും പിന്നെയും മൂത്രം കെട്ടിക്കിടക്കുന്നത് പോലെ ഉള്ള ഒരു ഫീലിംഗ്, നമ്മളുടെ മൂത്രസഞ്ചി എംപ്റ്റി ആയി, മൊത്തം മൂത്രം പോയി എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല. ബാക്കിയുണ്ട്, പിന്നെയും ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു ഫീലിംഗ്. ഇതൊക്കെയാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ. നമ്മളുടെ പ്രൊഡക്റ്റിന്റെ പേരെന്താണ്? യൂറിഫ്ലഷ് 3+ ആണ് അല്ലെ. 3 എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നുള്ളത്? മെയിൻലി 3 ടൈപ്സ് ഓഫ് സ്റ്റോൺ, 3 തരത്തിലുള്ള സ്റ്റോൺസ് ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ, സ്ട്രൂവൈറ്റ് സ്റ്റോൺ, യൂറിക് ആസിഡ് സ്റ്റോൺ. അപ്പം ഈ 3 സ്റ്റോണുകളെയും വളരെ നല്ല രീതിയിൽ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ യൂറിഫ്ലഷ് ലിക്വിഡും അതുപോലെ തന്നെ ടാബ്ലറ്റും. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സ്റ്റോൺസ് അല്ലെങ്കിൽ മൂത്രത്തില് കല്ല് ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കാരണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പോഴാണ്. ശരീരത്തിൽ കൃത്യമായിട്ട് ജലാംശമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? ഈ മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് പോകേണ്ടതാണ് അല്ലെ. അപ്പൊ പുറത്തേക്ക് എങ്ങനെയാണ് ഇത് പോകുന്നത്? ആ ഒരു ലിക്വിഡ് മീഡിയത്തിലാണ് ഇത് പുറത്തേക്ക് പോകേണ്ടത്. പക്ഷെ ശരീരത്തില് ആ ജലാംശം കുറയുമ്പോഴത്തേക്കും ഓരോരോ ഭാഗങ്ങളിലായിട്ട് അത് അടിഞ്ഞുകൂടുന്നു. രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള കാരണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് ഒരുപാട് കാൽഷ്യം, ഒരുപാട് പ്രോട്ടീൻസ്, ഒരുപാട് യൂറിക് ആസിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് വരുന്നു. മൂന്നാമത്തേതായിട്ട് പാരമ്പര്യമായിട്ടും കിഡ്നി സ്റ്റോൺ വരാറുണ്ട്. അതായത് ഇപ്പം വീട്ടില് അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നീടുള്ള കുട്ടികൾക്കും അവര് കുറച്ചുകൂടി പ്രോണാണ്. ഓക്കെ, അതായത് അവർക്ക് എന്തെങ്കിലും തരത്തില് ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം വെള്ളം കുടിക്കുന്നതിൽ അളവ് കുറച്ചു എന്ന് വിചാരിക്കും. അപ്പൊ അവർക്ക് വരാനുള്ള ചാൻസസ് കുറവാണ്. ഒരു ഹിസ്റ്ററി, ഒരു ഫാമിലിയൻ ഹിസ്റ്ററി ഇല്ലാത്ത ആൾക്കാരെ വെച്ച്
ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു ആൾക്കാരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കിഡ്നി സ്റ്റോൺ വരാനായിട്ടുള്ള ചാൻസസ് വളരെ അധികമാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു തവണ കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും വരാനുള്ള ചാൻസസ് അധികമാണ്. കാരണം ഈ ഒരു കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്നത് ഇതൊരു ബോണ്ടിങ് ആണ് ഇത് തമ്മിൽ നടക്കുന്നുള്ളത്. അതായത് കൂടിച്ചേർന്ന് വരികയാണ്. ഒരു പ്രാവശ്യം കാൽഷ്യം ഓക്സലേറ്റ് കൂടിച്ചേർന്ന് സ്റ്റോൺ ഫോം നടന്നിട്ടുള്ള ആൾക്കാരിൽ പിന്നെയും ഈ കാൽഷ്യവും ഓക്സലേറ്റും കൂടി വരാനായിട്ടുള്ള ചാൻസസ് അധികമാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം കിഡ്നി സ്റ്റോൺ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്? ഒന്നാമത്തത് അതിന്റെ ലക്ഷണങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ലക്ഷണങ്ങൾ അല്ലെ. രണ്ടാമത്തത് നമ്മൾക്ക് അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും USG ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏത് ഭാഗത്ത് എത്ര സൈസിലാണ് സ്റ്റോണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 3 mm താഴെയാണ് സ്റ്റോൺ സൈസ് എങ്കിൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ മൂത്രമാർഗത്തിലൂടെ തന്നെ പുറത്തേക്ക് പോകുന്നതാണ്. 3നും 7നും ഇടയ്ക്കാണെങ്കിൽ കുറച്ച് പ്രയാസമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ പോവുകയുള്ളൂ. 7ന് അധികമാണെങ്കിൽ 10നൊക്കെ അധികമാണെങ്കിൽ വളരെ പ്രയാസമാണ് ആ ഒരു സ്റ്റോണിനെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ എലമെന്റ്സ് വെൽനസ് കൊണ്ടുവന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് യൂറിഫ്ലഷ് 3 ലിക്വിഡും അതുപോലെ തന്നെ ടാബ്ലറ്റ്സും. ആദ്യം നമുക്ക് ലിക്വിഡില് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നോക്കാം. ആദ്യത്തേതാണ് ഞെരിഞ്ഞില് എന്ന് പറയുന്നത്. ഞെരിഞ്ഞിലിന് മൂത്രളം എന്നുള്ളൊരു കർമ്മമാണ്. അതായത് നമ്മളുടെ ശരീരത്തിലെ ജലാംശത്തിന്റെ അളവിനെ കൂട്ടിക്കൊണ്ട് ആ ജലത്തിലൂടെ തന്നെ പുറത്തേക്ക് കളയാൻ സഹായിക്കുന്നതാണ് ഞെരിഞ്ഞില്. രണ്ടാമത്തേതായിട്ട് ഇതിൽ മുതിര അടങ്ങിയിട്ടുണ്ട്. മുതിര എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോണിനെ പൊടിച്ചു കളയാനായിട്ട് കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിൽ സ്റ്റോണ് ഉള്ള ആൾക്കാരോട് നമ്മൾ മുതിരയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറയും. അപ്പൊ നോർമലി മുതിര എന്ന് പറയുന്നത് ആ സ്റ്റോണിനെ പൊടിച്ചു കളയാൻ സഹായകമാകുന്നതാണ്. ഇനി മൂന്നാമത്തേതായിട്ട് ഇതിലുള്ളത് ശല്ലകിയാണ്, കുന്തിരിക്കമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും മറക്കില്ല. കാരണം അതിന്റെ വേദന അത്ര അധികമാണ്. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും വേദനയെയും കൂടി ഒന്ന് അഡ്രസ് ചെയ്യണം അല്ലെ. വേദനയ്ക്കുള്ള ഒരു പരിഹാരം കൂടി ഈ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാകണം. അതിനായിട്ടാണ് കുന്തിരിക്കം എന്ന് പറയുന്നത്. കുന്തിരിക്കം വളരെ നല്ല ഒരു വേദന സംഹാരിയാണ്. പിന്നീട് ഇതിൽ മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട്. മഞ്ഞള് വളരെ നല്ല ഒരു ആന്റി ബാക്ടീരിയൽ കർമ്മം ഉള്ളതാണ്. ഇപ്പൊ ഈ മൂത്രം പല ഭാഗങ്ങളിലായിട്ട് കെട്ടിക്കിടന്നിട്ട് ബാക്ടീരിയാസ് ഒക്കെ വളരാനുള്ള ചാൻസസ് ഉണ്ട്, ഇൻഫെക്ഷന് ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനെയും കൂടി അതിനുള്ള ഒരു പരിഹാരം കൂടി നമ്മുടെ പ്രൊഡക്റ്റിൽ ഉണ്ടാകണം. പിന്നീട് ഇതിൽ ചെറുള അടങ്ങിയിട്ടുണ്ട്. ചെറുളയും മൂത്രളമായിട്ടുള്ളതാണ്. പിന്നീട് ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് കന്മദം എന്ന് പറയുന്നത്. അപ്പം വസ്തി രോഗങ്ങളിൽ, അതായത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് കന്മദം. അപ്പൊ ഈ കന്മദവും ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് കല്ലിനെ പുറത്തേക്ക് കളയുന്നു. കല്ലിനെ ആസച്ച് പൊടിച്ചു കളയാനായിട്ടുള്ള കണ്ടൻസ് ഉണ്ട്. അതിന് വേദനയ്ക്കുള്ള ഒരു പരിഹാരമുണ്ട്. മൊത്തത്തിൽ ആ ഒരു മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ഒരു പരിഹാരവും ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റില് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് യൂറിഫ്ലഷ് ലിക്വിഡിന്റെ ഗുണങ്ങൾ. ഇനി നമ്മൾ ടാബ്ലറ്റിലേക്ക് കടക്കുമ്പോഴത്തേക്കും, ടാബ്ലറ്റ്സ് ഒരു നോവൽ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ക്ഷാരകർമ്മം ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അതൊരു പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. 5000 രോഗികളിൽ പരീക്ഷിച്ചിട്ട് അവർക്ക് നല്ലൊരു റിസൾട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ യൂറിഫ്ലഷ് ടാബ്ലറ്റ്. 4 mm മുതൽ 9 mm സൈസ് വരെയുള്ള സ്റ്റോൺസിനെ വളരെ നല്ല രീതിയിൽ തന്നെ പൊടിച്ച് മൂത്രത്തിലൂടെ തന്നെ പുറത്തേക്ക് കളയാൻ സഹായകമാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ടാബ്ലറ്റ്. അപ്പം ഈ ഒരു പേറ്റന്റ് ഫോർമുലയ്ക്ക് പിന്നിലുള്ളത് ഡോക്ടർ സുരേഷ് സർ ആണ്. അദ്ദേഹം ഒരു ലീഡിംഗ് ആയിട്ടുള്ള യൂറോളജിസ്റ്റ് ആണ്. 30 വർഷത്തെ അദ്ദേഹത്തിന് ക്ലിനിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇനി ഈ ടാബ്ലറ്റിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് നോക്കാം. 3 തരത്തിലുള്ള ക്ഷാരങ്ങളാണ് ഇതിലുള്ളത്. അപമാർഗക്ഷാരം, കദളീക്ഷാരം, യവക്ഷാരം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ക്ഷാരത്തിന്റെ വലിയൊരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ആ സ്റ്റോണിനെ അത് പൊടിച്ചു കളയുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റോൺ വന്നിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും സ്റ്റോൺ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആ ഒരു ബോണ്ടിനെ തന്നെ ബ്രേക്ക് ചെയ്യാനായിട്ടും കൂടിയുള്ള ഒരു കഴിവ് നമ്മളുടെ ടാബ്ലറ്റ്സിന് ഉണ്ട്. അപ്പം മൊത്തത്തിലൊരു യൂറിനെ ആൽക്കലൈൻ ആക്കാനായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് നമ്മളുടെ ടാബ്ലറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഈ പ്രൊഡക്റ്റില് പുനർനവയും അതുപോലെ തന്നെ വരുണയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുനർനവ എന്ന് പറയുന്നത് തഴുതാമയാണ്. അപ്പൊ തഴുതാമയ്ക്ക് മൂത്രളമായിട്ടുള്ള ഒരു കർമ്മമാണ്. മൊത്തത്തിൽ ആ ഒരു കിഡ്നീന്റെ ഫംഗ്ഷൻ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കർമ്മമാണ് തഴുതാമയ്ക്ക് ഉള്ളത്. പിന്നീട് വരുണ എന്ന് പറയുന്നതും ഈ സ്റ്റോൺസിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിൽ വളരെ നല്ല ഒരു ഔഷധ സസ്യമാണ്.
ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ലിക്വിഡും ഉണ്ട്, അതുപോലെ തന്നെ ടാബ്ലറ്റും ഉണ്ട് അല്ലെ. അപ്പൊ ലിക്വിഡ് കുറച്ചുകൂടി ശരീരത്തിലെ ആ ഒരു ജലാംശം വർദ്ധിപ്പിച്ച് ആ ഒരു ജലത്തിലൂടെ തന്നെ പുറത്തേക്ക് കളയുന്ന ഒരു നേച്ചറാണ് നമ്മളുടെ ലിക്വിഡിനുള്ളത്. ടാബ്ലറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി സിട്രേറ്റ് പ്രൊഡക്ഷനെ വർദ്ധിപ്പിച്ചിട്ട് ഒരു ആൽക്കലൈൻ നേച്ചറാണ് നമ്മളുടെ മൂത്രത്തിന് നൽകുന്നത്. ലിക്വിഡ് സ്റ്റോൺസിനെ പൊടിച്ചു കളയുന്നുണ്ട്, അപ്പൊ ടാബ്ലറ്റും അതുപോലെ പൊടിച്ചു കളയുന്നുണ്ട്. പക്ഷെ ആഡഡ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റും ടാബ്ലറ്റിനുണ്ട്. അതാണ് ഈ ബോണ്ടിങ്, വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ഈ ഒരു കൂടിച്ചേരലുകളെ മാക്സിമം ആയിട്ട് ഇത് ഒഴിവാക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത്. ലിക്വിഡ് ആണെങ്കിൽ 10 ml വീതം രാവിലെയും രാത്രിയും ആഹാരത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. ഇനി കുറച്ചുകൂടി അസഹ്യമായിട്ടുള്ള വേദനയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 3 നേരമാക്കാം. 10 ml വീതം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലുമായിട്ട് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി ടാബ്ലറ്റ് ആണെങ്കിൽ 1 ടാബ്ലറ്റ് വീതം രാവിലെയും രാത്രിയും കഴിക്കാവുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് ഇത് കഴിച്ചതിന് ശേഷം ഒരു 2 അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കഴിച്ചതിന് ശേഷം നമ്മൾ USG സ്കാൻ ചെയ്യണം. അപ്പൊ സ്റ്റോണിന്റെ സൈസ് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ 2 mm ഉള്ള സൈസ് ഒന്നും തന്നെ പിന്നീട് ഈ 3 ആഴ്ചയ്ക്ക് ശേഷം സ്റ്റോൺ ഒന്നും തന്നെ USG റിപ്പോർട്ടിൽ കാണിക്കുന്നില്ലെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്, നിർദ്ദേശിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ യൂറിഫ്ലഷ് ലിക്വിഡും അതുപോലെ തന്നെ ടാബ്ലറ്റും കഴിക്കുന്നതിന്റെ കൂടെ 2 മുതൽ 3 ലിറ്ററോളം വെള്ളം കുടിക്കാനായിട്ടും നിർദ്ദേശിക്കുക. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളുടെ കിഡ്നി സ്റ്റോൺ വരാനായിട്ടുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിലെ ജലാംശം കുറയുമ്പോഴാണ്. അപ്പം നിത്യവും നമ്മൾ 2 മുതൽ 3 ലിറ്റർ ഓഫ് വാട്ടർ കുടിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളത്, ഇത് കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരിക്കലും ഇത് ഗോൾ ബ്ലാഡർ സ്റ്റോണിൽ ഇതിന് ആക്ഷന് ഇല്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. 10 mm അധികമാണ് സ്റ്റോൺ സൈസ് എങ്കിൽ ഒരിക്കലും യൂറിഫ്ലഷ് ലിക്വിഡും ടാബ്ലറ്റും അവിടെ വർക്ക് ആവില്ല. നമ്മൾ ടാബ്ലറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 4 mm to 9 mm വരെയുള്ള ആ ഒരു സ്റ്റോൺ സൈസിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ഉള്ളത്. പക്ഷെ 10 mm അധികമായിട്ട് പോകുമ്പോഴത്തേക്കും ഒരു സീരിയസ് കണ്ടീഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ വേണ്ട ചികിത്സയാണ് അവർ എടുക്കേണ്ടത്. അപ്പം ഇത്തരത്തിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ യൂറിഫ്ലഷ് സജസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മളുടെ കിഡ്നി സ്റ്റോണിനെ, മൂത്രത്തിലുള്ള കല്ലിനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് അതിനെ പുറത്തേക്ക് കളയാൻ സഹായിക്കുന്ന 2 പ്രോഡക്റ്റ് ആണ് ലിക്വിഡും അതുപോലെ തന്നെ ടാബ്ലറ്റും. അപ്പം വേദനയൊന്നും ഇല്ലാത്ത നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡ്നിയോടുകൂടി നല്ല ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.